നമസ്കാരം. വി ഡി ബിൻഡോയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭരണ സ്ഥിരാകേന്ദ്രമായ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് പണിയെടുക്കുന്ന ആശാ വർക്കർമാരായ സഹോദരിമാർ സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് 40 ദിവസം പിന്നിടാൻ വേണ്ടി പോവുകയാണ്. ഈ 40ാം ദിവസം പിന്നിടുമ്പോൾ ആശാ സഹോദരിമാർ സമരത്തിൻ്റെ മറ്റൊരു ഘട്ടം തുടങ്ങിയിരിക്കുകയാണ്. നിരാഹാര സമരത്തിലേക്ക് അവർ കടന്നിരിക്കുന്നു. ഇന്ന് 3 സഹോദരിമാരാണ് നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ മുന്നണി പടയാളികളെന്ന് കാലഘട്ടവും വിശേഷിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പാടുണ്ടോ? നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അവർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഇവിടെ മിനിമം വേതനം 700 രൂപ ഡെയിലി വേജസായി നിജപ്പെടുത്തുമെന്നുള്ളതാണ്. എന്നാൽ നമുക്കറിയാം, ഇൻസെൻറ്റീവ് ഫിക്സഡായിട്ട് കേന്ദ്രം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികളാണ് ഈ ആശാ വർക്കർമാർ എന്ന് പറയുന്നത്. കേന്ദ്ര ആനുകൂല്യം കൊണ്ട് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകില്ല. എന്നാൽ കേന്ദ്ര ആനുകൂല്യം കൊണ്ട് പ്രവർത്തിക്കുന്ന ആശാ സഹോദരിമാർക്ക് അവർ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? അവരുടെ നിയമനം നടത്തിയതാരാണ്? അവരെ നിയമിച്ചത് സംസ്ഥാന സർക്കാരാണ്. അവർ പ്രവർത്തിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇന്ന് ലോകത്തിന് മുമ്പിൽ മികച്ചതാണ് എന്ന് തെളിയിക്കാൻ ഇവിടെ ഗവൺമെൻറ് വെമ്പൽ കൊള്ളുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നിർവഹിക്കുന്നത് ഈ ആശാ സഹോദരിമാരാണ് എന്നുള്ളത് കേരളത്തിലെ ഗവൺമെൻറ് മറന്നു പോകാൻ വേണ്ടി പാടുള്ളതല്ല. ഇവർ പറയുന്നത് ഈ ആശാ സഹോദരിമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു സാമ്പത്തിക വർഷം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് എത്ര കോടി രൂപയുടേതാണ്? അതിനുള്ള ഈ ആശാ സഹോദരിമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർ പറയുന്ന അത്രയൊന്നും പരിഹരിച്ചില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഈ ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ഗവൺമെൻറ് ഇടപെടൽ നടത്തണ്ടേ? ഈ സമരം തുടങ്ങി 40 ദിവസം നമ്മുടെ സഹോദരിമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ കിടക്കുമ്പോൾ ആ സമരത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയും ആ സമരത്തെ രാഷ്ട്രീയപരമായി കണ്ടുകൊണ്ട് ആക്ഷേപിക്കുകയും ചെയ്യുന്ന സംസ്കാരമാണ് ഈ ഗവൺമെൻറ്റും ഗവൺമെൻറ്റിനെ പിന്തുടരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ നേതാക്കന്മാരും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകില്ല. ഇന്നിപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് നമ്മുടെ CPM നേതാക്കന്മാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സുരേഷ് ഗോപി വന്നതിൻ്റെ പേരിൽ പുളകം കൊണ്ടുകൊണ്ടാണ് ആശാ വർക്കർമാർ ഈ സമരം നടത്തുന്നത് എന്നാണ് നേതാക്കന്മാർ പറയുന്നത്. ഞങ്ങൾ ചോദിക്കട്ടെ, ഈ സഹോദരിമാരെ ഇങ്ങനെ ആക്ഷേപിക്കണോ? ആ സഹോദരിമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഈ പൊരിയുന്ന വെയിലത്ത് സൂര്യൻ്റെ തീഷ്ണമായ ചൂടേറ്റ് ഉരുകി മനുഷ്യർ വീഴുന്ന ഘട്ടത്തിലും ആ സെക്രട്ടേറിയറ്റ് മുമ്പിൽ കുത്തിയിരിക്കുന്ന സഹോദരിമാർ ആ സൂര്യൻ്റെ ചൂടിൽ നിന്ന് ഒന്ന് മറഞ്ഞിരിക്കാൻ വേണ്ടി ഒരു ടാർപ്പാളിയും വലിച്ചു കെട്ടിയപ്പോൾ അത് അഴിച്ചു മാറ്റുകയാണ് കേരളത്തിലെ പോലീസ് ചെയ്തത്. ഈ കഴിഞ്ഞ വേനൽ മഴയുടെ സമയത്ത് നമുക്കറിയാം, വേനൽ മഴ പെയ്തപ്പോൾ ആ വേനൽ മഴയിൽ നിന്ന് ഒന്ന് രക്ഷ നേടാൻ വേണ്ടി ഒരു ടാർപോളിങ് വലിച്ചു കെട്ടിയപ്പോൾ അതും അഴിച്ചു മാറ്റി ഇവിടുത്തെ പോലീസ് ഏന്മാന്മാർ എന്ന് പറയുന്നവർ. ഞങ്ങൾ ചോദിക്കട്ടെ, ഈ സർക്കാർ ആരോടാണ് വാശി കാണിക്കുന്നത്? പാവം സഹോദരിമാരോടോ? സ്ത്രീകളോട് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇടപെടേണ്ടത് എന്ന് കൃത്യമായി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ലേ? എങ്ങനെയാണ് സ്ത്രീകളോട് ഇടപെടുന്നത്? അവർ വന്നിരിക്കുന്നത്, സമരം നടത്തുന്നത് സുരേഷ് ഗോപിയുടെ പാട്ട് കേട്ട് പുളകം കൊള്ളുന്നുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുക, അവരെ പിച്ചച്ചട്ടി എടുക്കുന്നവരെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക. എല്ലാ വിധത്തിലും സ്ത്രീകളെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റും മുന്നോട്ട് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയുകയില്ല. ഇപ്പോൾ പറയുന്നത് എന്താ? ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ട് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു മന്ത്രി അങ്ങോട്ട് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ മന്ത്രിക്ക് നാണമില്ലേ? എന്തിനാണ് ഈ മന്ത്രി അങ്ങോട്ട് പോയത്? ഇപ്പം ഇന്ത്യൻ പാർലമെൻറ്റിൽ 2 തവണ ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിക്കുമെന്ന് പാർലമെൻറ്റിൽ പ്രഖ്യാപനം നടത്തിയ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണാൻ വേണ്ടി കണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ പ്രഖ്യാപനമല്ലേ നടത്തിയിട്ടുള്ളൂ, ഇനി അത് വർദ്ധിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങോട്ട് പോയത്? ഇനി പോയത് എന്തെങ്കിലും ആകട്ടെ, പോകാൻ നേരത്ത് ഗവൺമെൻറ് ചെയ്യേണ്ട പണി എന്താ? കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പെർമിറ്റ്, അതിനുള്ള
മുൻകൂട്ടി അപേക്ഷ കൊടുത്ത് അവരെ കാണാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാതെ ഡൽഹിയിൽ പോയിട്ട് അവിടെ പോയി കേന്ദ്രമന്ത്രിയെ കാണാൻ വേണ്ടി പോയവർ ഇതാ അവിടെ നിന്ന് കേന്ദ്രമന്ത്രിയെ കാണാതെ തിരിച്ചു വരികയാണ്. ഇങ്ങനെ നാണം കെട്ട ഒരു സാഹചര്യമാണ് കേരളത്തിൽ വീണ ജോർജ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത്ര തരം താഴാൻ വേണ്ടി പാടുണ്ടോ ഒരു മന്ത്രി എന്ന് നാം ചിന്തിക്കണം. ഇവിടെ മിനിമം വേതനം 700 രൂപ കൊടുക്കുമെന്ന് LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞു വെച്ച ഒരു കാര്യമാണ്. എന്നാൽ അത് നിർവഹിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ? അടിയന്തരമായി ഈ സഹോദരിമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ് ഇടപെടൽ നടത്തുകയാണ് വേണ്ടത്. ഇനിയും ഇത് വലിച്ചു നീട്ടി ദീർഘിപ്പിച്ചു കൊണ്ടുപോകരുത് എന്ന് മാത്രം അപേക്ഷിക്കുന്നു. നമസ്കാരം.